മോനെ വാക്കല്ലേ മാറ്റാൻ പറ്റൂ, അല്ല നമ്മുടെ അവയവങ്ങൾ വെട്ടിക്കളയാൻ പറ്റൂലല്ലോ. തീർച്ചയായിട്ടും ഈ നുണകൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ക്രെഡിബിലിറ്റി ഉള്ള ഒരു നേതാവായിട്ട് അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് തോന്നുന്നില്ല. മൂന്നാം വട്ടം പിണറായി സർക്കാർ വരണമെന്ന് ആഗ്രഹമുണ്ടോ? തീർച്ചയായും ഉണ്ട്. അപ്പോൾ UDF ഭരണത്തിന് അധികാരം വരണ്ട എന്ന് ഞങ്ങൾ പറയുന്നില്ല. മൂന്നാം വട്ടം പിണറായി മതി. അതെന്ത് കാര്യം എന്നാ? കാരണം ഞങ്ങൾ സാധാരണക്കാരാണ്. ഞങ്ങൾ ഇതൊക്കെ കൊണ്ടുള്ള ജീവിതമാണ്. ഞങ്ങൾക്ക് മുടങ്ങാതെ പെൻഷൻ കിട്ടുന്നുണ്ട്. പെൻഷൻ കിട്ടുന്നുണ്ട്. ഇനിയിപ്പോ UDF അധികാരത്തിൽ വന്ന് ഇതൊന്നും കിട്ടൂലെന്നാണ്. അതെ, ഞങ്ങൾക്ക് ഉറപ്പില്ല. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ അമ്മ, അപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ LDF സർക്കാർ വരണ്ടെന്നാണ് പകുതി ആൾക്കാരും പറയണത്. നമ്മളിപ്പോൾ എടുത്തെടുത്ത് വന്നത് അപ്പോൾ അതന്നെ ആയിരിക്കും അങ്ങനെ പറയാൻ കാരണം തന്നെ ആയിരിക്കും പുള്ളിയോടുള്ളൊരു വ്യക്തി വൈരാഗ്യമായിരിക്കാം. പക്ഷെ ഇപ്പോഴതാരും പറയില്ല. എല്ലാവർക്കും കിട്ടുന്നുണ്ട്, ജയിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ പുറമെ പറയണ മാത്രമേ ഉള്ളൂ പൊന്നെ. അതായത് പുറമെ സത്യം പറയില്ല, വോട്ട് സമയത്ത് കിട്ടുകയും ചെയ്യും. എന്നിട്ട് പുറമെ പറഞ്ഞു നടക്കുകയും ചെയ്യും. സർക്കാർ അല്ല ശരിയല്ലേ? സത്യമായ വാക്കാ, ഇതാണ് സത്യം. ഈ അമ്മ പറയണ സത്യമാണ്. അമ്മ പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. അപ്പൊ ഈ പ്രാവശ്യം LDF സർക്കാർ വരും അല്ലേ? ഉറപ്പായിട്ടും. ഇത് പറഞ്ഞ അവർ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ KSRTC ഇങ്ങനെ ഇതുപോലെ വണ്ടി സൗജന്യ യാത്ര സ്ത്രീകളുണ്ടെന്ന് പറയും. അത് അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കാൻ വാക്കല്ലേ മാറ്റാൻ പറ്റൂ, അല്ല നമ്മുടെ അവയവങ്ങൾ വെട്ടിക്കളയാൻ പറ്റൂലല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ അധികാരത്തിൽ വന്നതും നടപടി ആകൂലെന്ന് തോന്നുന്നു അല്ലേ? ഉണ്ടാകുമെന്ന് തോന്നാം, വിശ്വാസമില്ല. അപ്പൊ അമ്മയ്ക്ക് പിണറായി സർക്കാർ അല്ല ഇടത് സർക്കാർ വരുന്നത് തന്നെയാണ് ഇപ്പോഴും ആഗ്രഹം. അതിന് കൂടുതൽ യോജിക്കുന്ന ഈ പെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളും പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്നുണ്ട്. മറ്റെല്ലാം അതായത് പുള്ളി ഇറങ്ങി നടന്ന് സഹായിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് അർഹതപ്പെട്ടത് കിട്ടുന്നുണ്ട്. പക്ഷേ കുറെ കാലങ്ങളായിട്ട് ഞങ്ങൾക്ക് സന്ധ്യ സമയത്ത് ഭക്ഷണം വെച്ച് കഴിക്കാം. കാരണം കറണ്ടുണ്ട്, അതൊന്നും മുടക്ക് വരുന്നില്ല. തുടർഭരണം ഉണ്ടാവും LDF-ന്? തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഉറപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ LDF ഗവൺമെന്റ് ഒത്തിരിയേറെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പ്രാവശ്യം ഈ സീറ്റ് കിട്ടുമോ LDF-ന്? തീർച്ചയായിട്ടും കിട്ടും. ജനങ്ങള് സർവെടുത്ത പ്രകാരം ഈ പറഞ്ഞ ധർമ്മടത്തൊക്കെ പിണറായി വിജയൻ പിടിക്കില്ലെന്നല്ല, അതൊക്കെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ്. ആണല്ലേ? അപ്പോൾ ഈ തുടർഭരണം വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ LDF ഈ പ്രാവശ്യം സീറ്റ് പിടിക്കുമോ? ഇടതുപക്ഷം സീറ്റ് പിടിക്കും. ഏകദേശം ഒരു 85 സീറ്റോളം നേടി അധികാരത്തിലെത്തും. എത്തുമല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞേക്കെ ഈ മറ്റേ UDF അധികാരത്തിൽ അഥവാ വന്നു കഴിഞ്ഞാൽ, അഥവാ വരുമില്ലെന്ന് നമുക്കത് പറയാൻ പറ്റില്ല. ഇപ്പൊ ചേട്ടന്റെ അഭിപ്രായം പറഞ്ഞുള്ളൂ. അപ്പൊ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആയിട്ട് ആരായിരിക്കും? മുഖ്യമന്ത്രിക്ക് ഇപ്പൊ അവര് തമ്മിലടി നടക്കുകയാണല്ലോ. മുഖ്യമന്ത്രി കസേരയ്ക്ക് വരെ ബെഞ്ചാന്നുള്ള രീതിയിലേക്ക് വന്നല്ലോ. ഒരു 4ഓളം പേരുണ്ടല്ലോ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ട്. LDF-നെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഒരാളുള്ളൂ, പിണറായി വിജയൻ തന്നെ. ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ചില്ല, അപ്പൊ അങ്ങനെ ചേട്ടന്റെ ഒരു ഒപ്പീനിയൻ വരുവാണെങ്കിൽ അവിടെ നേതാക്കന്മാർ കുറച്ച് പേരുണ്ടല്ലോ, ചേട്ടന്റെ തലമൂത്തന്മാർ നേതാക്കന്മാരുണ്ടല്ലോ. അപ്പൊ ചേട്ടന്റെ ഒരു അഭിപ്രായം ആരായിരിക്കും? അത് പിണറായി വിജയൻ തന്നെ. അല്ലല്ല, UDF-ന്റെ ആയിട്ടോ ഏകദേശം ഒരു ഒപ്പീനിയൻ പറഞ്ഞു. ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല ആകണം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചോദിച്ചില്ല, അപ്പൊ ഈ പറഞ്ഞ VD സതീശനായ എന്താ കുഴപ്പം? VD സതീശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ തന്നെ ഈ നുണകൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ക്രെഡിബിലിറ്റി ഉള്ള ഒരു നേതാവായിട്ട് അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ നുണകൾ എന്ന് പറയുന്നത് മാധ്യമങ്ങൾ പറഞ്ഞു വരത്തണമെന്ന് പറഞ്ഞത്. കാരണം പുള്ളി ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. പുള്ളി അതായത് മാധ്യമങ്ങൾ വേണ്ടി കിടന്ന് നുണ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. ചില വീഡിയോകൾ ഷോർട്സ് ആയിട്ടൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നുണ്ട്. പിറ്റേ ദിവസം വേറെ കഥ പറഞ്ഞു. അതുകൊണ്ടാണ് പുള്ളി നുണേശൻ അറിയപ്പെടുന്നത്. അതാണോ സംഭവം? അല്ല, പുള്ളി ഈ കേരളത്തിൽ നടപ്പിലാക്കുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങൾ എന്ത് നടത്തിയാലും അതെല്ലാം വേണ്ട എന്നുള്ള രീതിയിലാണ്. അതായത് വേണ്ടെന്നുള്ള ഒഴിവാക്കണം എന്നുള്ള രീതിയിലാണല്ലോ പറയുന്നത്. പുള്ളിയുടെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് ഇപ്പോ ഈ പറഞ്ഞ മുഖ്യമന്ത്രിയായിട്ട് വരുവാണെങ്കിൽ അത് രമേശ് ചെന്നിത്തല പരിചയസമ്പന്നതയുണ്ട്. അതുപോലെ തന്നെ മുൻ പരിചയമുണ്ട്. ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നിട്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായി പറയാൻ ആഗ്രഹിക്കുന്നു. ഇല്ല, കുഴപ്പമില്ല. ഞാൻ ചോദിച്ചതല്ല കേട്ടോ. ഇപ്പൊ ഞാൻ പറവൂര് എടുക്കാൻ പോയിട്ടുണ്ട്. സതീശന്റെ മണ്ഡലത്തിൽ പോയപ്പോ 25 കൊല്ലമായിട്ട് പുള്ളി ജയിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ പകുതി പേര് പറയണത് പുള്ളി അവിടെ വികസനം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞത്. പക്ഷെ പകുതി പേര് പറഞ്ഞ വികസനം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ആരെ വിശ്വസിക്കുന്നുള്ളത് മൈൻഡാ അവിടെ. അപ്പോൾ ഈ പറയുന്ന ആൾക്കാർ പകുതി പേര് പുള്ളി സപ്പോർട്ട് ചെയ്യാത്തതുണ്ട്. അപ്പൊ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ സംസാരം ഉണ്ടല്ലോ,
നമ്മളിപ്പോൾ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ പാർട്ടിക്കാർ പറഞ്ഞു വിട്ടാണോ ഇനി പാർട്ടി സപ്പോർട്ടാണോ എന്നുള്ള PR വർക്കാണോ എന്നുള്ള രീതിയിൽ നമ്മൾ ജെന്യൂനായിട്ട് ആൾക്കാരുടെ അടുത്ത് പോയി സംസാരിക്കണം. ഇപ്പൊ ചേട്ടനിപ്പോൾ പറയുമ്പോൾ നമ്മൾ ചോദിച്ചിട്ടല്ല LDF കാരനാണോ അത് UDF കാരനാണോ അതോ BJP കാരനൊന്നും അല്ല നമ്മൾ ചോദിക്കുന്നില്ല. പക്ഷേ പ്രേക്ഷകരെ നമ്മളെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും അനുഭവിക്കാനുള്ള രീതിയിൽ കാണുന്നത്. അപ്പോൾ ചേട്ടന് ഇപ്പം ഞാൻ ചോദിച്ചിട്ടുള്ളൊരു മറുപടിക്ക് എന്നാ ആൻസർ പറയാനുള്ളത്? ഇപ്പോൾ എന്നോടാണെങ്കിലും ഈ ഓഡിയൻസിനോടാണെങ്കിലും എന്നാ പറയാനുള്ളത്? ഇപ്പം ഞാൻ ഈ പറഞ്ഞൊരു ഇത് വെച്ചിട്ടാ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ വളരെ സത്യസന്ധമായിട്ടാണ് കാര്യം ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. അല്ലാണ്ട് പെയ്ഡ് ചാനലായിട്ട് തോന്നുന്നില്ല. തീർച്ചയായിട്ടും